അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാളെയാണ് ബുഷിയെ പെണ്ണ് കാണാൻ വരുന്നത്. ഉമ്മ പറഞ്ഞു, മോളെ മോളെ ബുഷിയെ. ആ ഉമ്മ, എന്താടി ഇങ്ങനെ മൂഡ് ഓഫായി നിൽക്കണത്? ഞാൻ പറഞ്ഞില്ലേ ഓലും ഇങ്ങോട്ട് ഒരു കൂട്ടർ വരും എന്നുള്ളത്. ഉമ്മ, അത് എന്താ നിനക്ക്? എന്തിനു കേടാ നിനക്ക്? വാ, വേഗം ഒന്ന് മാറ്റി ഒരുക്കിക്കോ കേട്ടോ. രാവിലെ തന്നെ ഉമ്മയുടെ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ റൂമിൻ്റെ വാതിൽ തുറന്നത്. ബുഷിയെ, എന്താണ് കുട്ടിയെ ഇങ്ങനെ ഉറക്കച്ചടവോട് കൂടിയൊക്കെ? ഒന്നാണ് തലയിൽ കൂടെ വെള്ളമാണ് പാറുന്നത്, തണുത്ത വെള്ളമാണ് പാറുന്നുണ്ട്, അപ്പം തന്നെ ഇത് പോവും. ഉമ്മ, എന്താ കുട്ടി എനിക്ക്? എന്താ ഇങ്ങനെ ഒരു ഉഷാറില്ലാത്തത്? എനിക്കറിയില്ലേ ഓരിപ്പോൾ ഇങ്ങോട്ട് വരും എന്നുള്ളത്? ഉമ്മ, ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് പോരെ, ഇനിയിപ്പോൾ ഒരു വർഷത്തും കൂടി ഉണ്ടല്ലോ. എൻ്റെ പൊന്നാര കുട്ടിയെ നിക്കാഹാണ് കഴിച്ചിടാം. അത് കഴിഞ്ഞിട്ട് ഓലെ മട്ടം പോലെ എന്താ വെച്ചാൽ നിങ്ങൾ പഠിച്ചാൽ അതൊക്കെ എന്നാൽ പിന്നെ എനിക്കൊരു സമാധാനമാണ്. മറ്റേ എന്താന്ന് വെച്ചാൽ നിക്കാഹ് ഒന്നും കഴിയാതെ അങ്ങനെ നിൽക്കുമ്പോഴേ എനിക്കൊരു പേടി. എനിക്കാണെങ്കിൽ ബാപ്പ കൂടില്ല. പിന്നെ ആണെങ്കിൽ അജ്മൽ ഓന് പിന്നെ അവിടെ അങ്ങോട്ട് കൂടിയിക്കണ്. ഓനേതായാലും നല്ലൊരു പെൺകുട്ടിനെ കിട്ടി അവിടെ നിൽക്കട്ടെ. ഓൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേക്കാരും നല്ലത്. ഏതായാലും പെണ്ണുകാളിലൊക്കെ നടത്തിക്കൂടി. അപ്പോൾ ഇതിന് ഞാനണ്ട് വരാറിനല്ലേ. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്ക് വേണ്ട നടത്തത്. അപ്പം പിന്നെ ഒരു വരികയാണെങ്കിൽ വന്നോട്ടെ. ഓൻ്റെ ഇതൊരു സുഹൃത്തോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കിട്ടിനല്ലോ, അങ്ങനെ ഒരു കെയർ ഓഫ് ഒക്കെ ഉണ്ടെന്ന്. എന്നാൽ ബുഷിയെ പെണ്ണ് കാണാൻ വരുന്ന കാര്യം ബുഷിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ബുഷിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് അത് എനിക്ക് ഷാമിലിനായിരുന്നു ഇഷ്ടം. ഷാമിലിനെ കണ്ടപ്പോൾ മുതൽ തന്നെ എനിക്കൊരു ഇഷ്ടം തോന്നി. പക്ഷെ പെട്ടെന്ന് എന്താ മോളെ, എന്നോട് ഞാൻ പറഞ്ഞത് തലയിൽ കൂടെ കുറച്ച് തണുത്ത വെള്ളം പാരുന്ന്, എന്നാൽ തന്നെ എൻ്റെ ഈ ഒരു മൂഡ് ഓഫ് മാറും. ഉമ്മ, ഞാൻ എന്തുമ്മ ചെയ്യുക? ഞാൻ ഒന്നുകൊണ്ടിട്ട് വന്നാ അപ്പോൾ തന്നെ അതാ ബുഷിയുടെ ഉമ്മ അവളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നു. വേണ്ടുമ്മ, ഞാൻ പറഞ്ഞോളാം. എടി പെണ്ണേ, അതെ ഓലൊരു 10-10:30 ആകുമ്പോഴത്തേനോട് എത്തുന്നാ പറഞ്ഞത്. ഇജ് എന്താ എൻ്റെ പൊന്നാര കുട്ടി ഇജ് ഇങ്ങനെ? എൻ്റെ ബാപ്പുണ്ട്, എനിക്കിപ്പോൾ ഇതൊന്നും അറിയണ്ടില്ലേനു. അതൊക്കെ മൂപ്പരാണ് നടത്തിക്കോളേനു. ഇതിപ്പോൾ ബാപ്പയില്ലേ, കാക്കയാണെങ്കിൽ അവിടെ ഇനി പോനും വന്നിട്ടും ഓൻ പറഞ്ഞത് എനിക്ക് വരാൻ. അപ്പോഴത്തേനും ആ പെണ്ണിൻ്റെ എന്താ വിസ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് ഹംദൻ്റെ എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഏതൊരു അറബീച്ചി പെണ്ണിനല്ല കിട്ടിയിരിക്കണതും. ഞാനിപ്പോൾ എന്താ ചെയ്യുക മോളെ? എനിക്കിപ്പോൾ നിങ്ങളെ ബാപ്പ ഉണ്ടെങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഒക്കെ ഓലാണ് നടത്തിക്കോളേനു. ഉമ്മ സങ്കടപ്പെട്ടു. എന്നാൽ ഉമ്മ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ ബുഷിക്ക് സഹിക്കില്ല. ഉമ്മ, നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഞാൻ റെഡി ആയിക്കോളാം. എന്താ മോളെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടോ? ഉമ്മ, അത് എൻ്റെ പൊന്നാര മോളെ ഓല് വിളിച്ച് പറഞ്ഞതാണ്. അജ്മലിനോടൊക്കെ വിളിച്ച് പറഞ്ഞ, അറബിമാനോടും പറഞ്ഞതാണ് മോളെ കല്യാണം നോക്കിക്കോളി എന്നുള്ളത്. ഓനെപ്പോഴൊന്നും ആവില്ല അങ്ങനെയൊക്കെ. നമുക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ ആവില്ലല്ലോ. നമുക്കിത് എത്രയെന്ന് വെച്ചാൽ ഇത് പെൺകുട്ടികളാണ്, ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചാലേ. കാരണം എന്ന് വെച്ചാൽ അജ്മലിനെ കൊണ്ട് പറയുകയാണെങ്കിൽ ഓനിപ്പോൾ ഓൻ്റെ ജോലിയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അവിടെ സെറ്റിൽഡായ പോലെയാണ്. ഇനിയിപ്പോൾ ഓൻ എന്തെങ്കിലും പഠിപ്പിക്കൊക്കെ ആണെങ്കിലും തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നിൽക്കലൊക്കെ പ്രയാസം തന്നെ ഇരിക്കും. കാരണം ഓൻ്റെ പെണ്ണും കൂടെ അവിടുത്തെ എത്തി ആയതുകൊണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പൊന്നാര മോളെ ഞാൻ എന്താ ഇനി ചെയ്യുക? എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ മോള് അനാഥമാവൂലേ? പിന്നെ പെട്ടെന്ന് പോലെ വരവും പോക്കും ഇതൊക്കെ ഒരാളെ കയ്യിലാണ്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായില്ലേ? എൻ്റെ പൊന്നു മോളൊന്ന് സമ്മതിച്ചാളി. ഓല് പറഞ്ഞതല്ലേ കെട്ടിക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഓനെ കാത്തിരിക്കണം, ഞാൻ ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞത് അതൊന്നുമില്ല. ഓൻ്റെ പാപ്പാക്ക് എന്താ സുഖമില്ലായിട്ട് എന്താ ഹോസ്പിറ്റലും കാര്യമായിട്ട് നടക്കുകയാണ്. പിന്നെ എളാമ എന്തൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടീനു. ഞമ്മക്കിപ്പോൾ അതൊന്നുമല്ലല്ലോ. ഞമ്മക്കിപ്പോൾ ഉള്ള നല്ല മട്ടത്തിന് കഴിഞ്ഞു പോകണം. അതുകൊണ്ടാണ് എൻ്റെ പൊന്നാര മോള് ഒന്ന് ഇത് സമ്മതിച്ചാൽ കേട്ടോ. വേറൊന്നും കരുതിയിട്ടല്ല, ഞമ്മക്ക് പഠിച്ചാൽ വിചാരിച്ചതല്ലേ മോളെ ഞമ്മക്ക് കിട്ടുക. നമ്മളിപ്പോൾ കുറച്ചൊക്കെ അവിടെ ഗൾഫിലൊക്കെ അത്രയും കാലം നിന്ന് അറബിയന്മാരെ കെയർ ഓഫിൽ നിന്നു. എന്നിട്ടിപ്പോൾ എന്തിയേ മോളെ? ഇതിൻ്റെ പഠനവും കാര്യങ്ങളും എല്ലാം നടക്കൽ ഇവിടെ തന്നെയാണ്. നമ്മളിപ്പോൾ എത്രയെന്ന് വിചാരിച്ചാണ് ഓൺലൈനിൽ പഠിക്കുക. പിന്നെ എല്ലാം പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നീ ഒരു നേഴ്സല്ലേ ആകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമുക്ക് വേഗം ഇതാണ് നടത്താം. അപ്പോഴേക്കും അജ്മലും വരും. മോളെ ഒന്ന് സമ്മതിക്ക്. എന്നാൽ ബുഷി
അതെ, ഇന്ന് ബുഷിയുടെ ജീവിതത്തിലെ ഒരു വലിയ ദിവസമാണ്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് തന്നെ പെണ്ണ് കാണാൻ വരികയാണ്. മനമില്ല മനസ്സോടുകൂടെ അവൾ അതാ ബാത്റൂമിൽ പോയി നന്നായിട്ടൊന്ന് കുളിച്ചു. ഉമ്മ പറഞ്ഞു മുഖത്തത്തെ ഒരു ക്ഷീണം ഉറക്കച്ചടവൊക്കെ മാറണമെങ്കിലേ തലയിൽ കൂടെ തണുത്ത വെള്ളം ഒഴിക്കണമെന്ന്. അതിനനുസരിച്ച് അവൾ തണുത്ത വെള്ളം തലയിലൂടെ ഒഴിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ചുടു കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ അവന് മാത്രമായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നൊന്ന് ഉറപ്പിക്കുകയാണ്. കാരണം ഇന്നെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, എന്നെ കാണാൻ വരുന്നത് പുരുഷൻ. ഞാൻ കാലാകാലം അവൻ്റെ കൂടെ ജീവിക്കേണ്ട ആളാണ്. റബ്ബേ, എന്താണ് സ്വഭാവമെന്നോ എന്താ ഇതാണെന്നോ ഒന്നും അറിയുന്നില്ല റബ്ബേ, എനിക്കറിയുന്നില്ല. കുളി കഴിഞ്ഞ് മുടിയിലൂടെ വെള്ളം അത് ധാരധാരിയായി ഒഴുകുന്നു. മോളെ, ആ മുടി ഒന്ന് ശരിക്ക് തോർത്തിക്കാ. അതെ, ഒരുപാട് മുടിയുണ്ടായിരുന്ന ബുഷിയുടെ മുടി അന്നും ഉമ്മ നല്ല രീതിയിൽ തോർത്തി കൊടുത്തു. അതെ, കല്യാണം കഴിഞ്ഞാലേ എപ്പോഴും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവുമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോണ്ടേ. ഇതിങ്ങനെ അനക്കാണെങ്കിൽ ഒരു തോർത്ത് മതിയാവൂല്ല, ഒന്നൊരു ഉണങ്ങിയ തോർത്തെടുക്കണം. അതുകൊണ്ട് മുടി ഒന്ന് ചുറ്റിപ്പിടിച്ച് വെക്കണം, മറ്റോൻ്റെ ശരീരം തോർത്തണം. അങ്ങനെ 1, 2, 3 തോർത്തിക്കണേ അനക്ക് വേണ്ടിയത്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ശീലമായിക്കോണ്ടേ ഉമ്മ. അതെ, മുടിയൊക്കെ ഒന്ന് വാർന്ന് കെട്ടിക്കോ ഇനി നല്ല മട്ടത്തിൽ. ചുരിദാർ ധരിച്ച് മുറിയുടെ ഒരു മൂലയിലിരുന്നു ബുഷി. അവളുടെ മുഖത്ത് ചിരിയില്ല, കണ്ണുകളിൽ ഒരു ഭാരം മാത്രം. അടുക്കളയിൽ നിന്നും ഉമ്മയുടെ ശബ്ദം കേട്ടു. എൻ്റെ പൊന്നു മോളെ, അന്നൊന്ന് വിവാഹം കഴിപ്പിച്ചിട്ട് വേണമെങ്കിൽ സമാധാനത്തോടൊന്ന് കണ്ണടക്കാൻ. എൻ്റെ ബാപ്പനെ നേരത്തെ ഒക്കെ ഏൽപ്പിച്ചാണ്ട് പോയല്ലോ, ഇതല്ലേ എൻ്റെ തലയിൽ ഏൽപ്പിച്ചിട്ട്. മൂപ്പരുണ്ടെങ്കിലും ഇപ്പം എനിക്കിതൊന്നും അറിയണ്ടില്ലായിരുന്നു. ഉമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ബുഷിയുടെ ഹൃദയം കൂടി ഭാരമായി. അവൾക്ക് ഉമ്മയെ വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ തൻ്റെ മനസ്സിനെ അവൾ എങ്ങനെ മറക്കും? അവൾ പതുക്കെ ആ ഫോൺ എടുത്തു. അതിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അത് അജ്മൽ ഗ്രൂപ്പിലേക്ക് വിട്ട ഫോട്ടോസ്. എന്നാൽ അതിലുണ്ടായിരുന്നു ഷാമിൽ. ആ അറബി കല്യാണ പന്തിൽ ചിരിച്ചുകൊണ്ട് നടന്ന ദിവസങ്ങൾ, ആ കല്യാണത്തിൻ്റെ ഫോട്ടോസ്. അതിൽ പലയിടത്തും ഷാമിലിൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. പോരാത്തതിന് ഇക്കാക്കയും ഷാമിലും എല്ലാം ബീച്ചിൽ പോയി ഇരിക്കുന്ന ഫോട്ടോസ്, കാര്യങ്ങൾ, അതെല്ലാം അവൾ ഒന്നുകൂടി നോക്കി. ഷാമിലിൻ്റെ ഫോട്ടോയിലേക്ക് അവൾ വീണ്ടും വീണ്ടും നോക്കി. പക്ഷേ ആ ഓർമ്മകളുടെ അവസാനത്തിൽ ഒരേ ഒരു വാക്ക് മാത്രം. എന്നാലും ഷാമിൽ പറഞ്ഞത്, ബുഷി, നീ വേറെ വിവാഹം കഴിച്ചോളൂ, നീ എന്നെ കാത്തിരിക്കേണ്ട. അത് അറബിയമ്മയോടും പറഞ്ഞു ആ കാര്യം. പഠിച്ചോനെ, ഇനി എന്തിനാ ഞാൻ കാത്തിരിക്കുന്നത്? അത് പറഞ്ഞ ദിവസം മുതൽ ബുഷിയുടെ മനസ്സ് തകർന്നിരുന്നു. അതുവരേക്കും അവൾക്ക് സന്തോഷമായിരുന്നു. കണ്ണീർ തുള്ളികൾ ഫോൺ സ്ക്രീനിലേക്ക് വീണു. അവൾ ആ ഫോണിലെ കണ്ടുകൊണ്ടിരുന്ന ചിത്രങ്ങൾ മങ്ങി. മോളെ, ആളുകൾ വരാൻ സമയമായിക്കണേ എന്ന് ഉമ്മയുടെ വിളി അവളെ യഥാർത്ഥത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എന്നാൽ വീട്ടിലേക്ക് ബന്ധുക്കളെല്ലാം എത്തിയിരുന്നു. അതെ, എളാമ്മമാരും അമ്മാവന്മാരും കുട്ടികളും എല്ലാവരും സംസാരവും ചിരിയും കൊണ്ട് വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു. മോളെ ഡോക്ടറാണ് കേട്ടോ, ഒരാൾ വിളിച്ചു പറഞ്ഞു. അല്ലേ, നമ്മുടെ ഭാഗ്യം തന്നെ, മറ്റൊരാൾ മറുപടിയും നൽകി. ഒരു ഡോക്ടറെ കിട്ടുക പറഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെ. അതിനിടെ ഓൾ ആ ഫീൽഡ് തന്നെയല്ലേ പഠിക്കണത്. ഇനിയിപ്പോൾ നേഴ്സ് ആകുകയാണ്, മറ്റോ ഡോക്ടറും. എന്ത് സുഖ, ഒരാൾ ഡോക്ടറും നേഴ്സും ആയാൽ ഓലെ ജീവിതത്തിന് അതന്നെ പോരെ. പലരും പലതും അഭിപ്രായപ്പെടുന്നു. കുട്ടികൾക്കിടയിൽ ഒരാൾ ചായക്കപ്പ് ഇടിച്ചു വീഴ്ത്തി. എല്ലാവരും ചിരിച്ചു. ആ ചിരിയിലൊന്നും ബുഷിക്ക് പങ്കില്ലായിരുന്നു. അതെ, കൂട്ടുകുടുംബങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ഒരു കാറ് അതാ വീട്ടുമുറ്റത്ത് നിർത്തി. അതെ, പെണ്ണ് കാണാൻ ഓല് വന്നിക്കണം കേട്ടോ, ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കി. കാറിൽ നിന്നിറങ്ങിയത് അൻഷിഫ്. അതെ, അൻഷിഫ് ഡോക്ടർ. നന്നായി ഡ്രസ്സ് ചെയ്ത സുന്ദരനായൊരു യുവാവ്. മുഖത്ത് ഒരു സമാധാനം, കണ്ണുകളിൽ ആത്മവിശ്വാസം. മാഷാ അല്ലാ, എന്തൊരു മൊഞ്ച്. അതാണോ പുതിയാപ്ല? ബന്ധുക്കൾ തമ്മിൽ പുഞ്ചിരിച്ചു. ആ, ബുഷിക്ക് പറ്റിയ ചെക്കൻ തന്നെ, ബുഷിയും മൊഞ്ചത്തിയാണല്ലോ, അവർ അഭിപ്രായപ്പെട്ടു. അവൻ വീട്ടിലേക്ക് കയറുമ്പോൾ എല്ലാവരും ആദരവോടെ സ്വീകരിച്ചു. അങ്ങനെയതാ അൻഷിഫ് വീട്ടിലേക്ക് കയറിയിരുന്നു. അല്പം കഴിഞ്ഞ് ബുഷിയോടെല്ലാവരും പറഞ്ഞു, മോളെ ഈ ചായ കൊണ്ടേ കൊടുക്ക്. ഇതാ അവൾ ഭയന്നു. അവളുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു നിരാശയുണ്ടായിരുന്നു. റബ്ബേ, എന്നത്തോടു കൂടി എല്ലാം തീരുമാനമാകും. റബ്ബേ, ഇനി മുതൽ ഞാൻ ഇയാളുടെ ഭാര്യയായിരിക്കും. എങ്ങനെയാണോ എന്താണോ എനിക്കൊന്നും അറിയുന്നില്ല. മോളെ, ഇന്നത് കൊണ്ടുപോയി കൊടുക്ക്. ബുഷി ചായ ട്രേ പിടിച്ച് മുറിയിലേക്ക് നടന്നു.
കൈകൾ വിറക്കുന്നു. തല താഴ്ത്തിക്കൊണ്ട് ആരുടെയും കണ്ണിൽ നോക്കാൻ കഴിയുന്നില്ല. അവൾ ചായ മുന്നിൽ വെച്ചപ്പോൾ അൻഷിഫ് അവളെ ശ്രദ്ധിച്ചു. കാര്യമായിട്ട് അവളൊന്നും മിണ്ടിയില്ല. അവൾ അത് വെച്ച് വേഗം തിരിച്ചു പോന്നു. എന്നാൽ അൻഷിഫ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്താ മോളെ, എന്തൊരു ഓട്ടാണിത്? ഒന്നും നീ സമാധാനം കൊടുത്തില്ലേ, ഒന്ന് പറയാനൊന്നും? എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവരെ രണ്ടുപേരെയും ഒന്ന് ഒറ്റയ്ക്ക് അവർ സംസാരിച്ചോട്ടെ കാര്യങ്ങൾ എന്ന് ആരോ പറഞ്ഞു. കാരണം ഒന്നും മിണ്ടിയിട്ടും പറഞ്ഞിട്ടില്ലല്ലോ. ചായ കൊണ്ടുപോയി കൊടുത്തു എന്നല്ലാതെ ഒന്നും നടന്നിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അതാ അവർ രണ്ടുപേരെയും ഒരു റൂമിലേക്ക് പോകുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ അതാ അവളും ആ റൂമിലെത്തി. അവിടെ ഒരു നിശബ്ദത, കാറിൻ്റെ ശബ്ദം പോലും കേൾക്കാവുന്ന നിശബ്ദത. അൻഷിഫ് സംസാരിച്ചു. എന്താ പേര്? അതെ, അവൻ്റെ ആ ഒരു ഘനഗംഭീരമായ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അവൾ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു, ബുഷ്റ. ഓ, ബുഷ്റ അല്ലേ? എൻ്റെ പേര് അൻഷിഫ്. എന്താ ഈ വിവാഹത്തിന് ഓക്കെ ആണോ? ആ ചോദ്യം കേട്ടതും ബുഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി മറയ്ക്കാൻ ഒന്നുമില്ലെന്ന് അവൾക്ക് തോന്നി. റബ്ബേ, ഞാനിത് പറയണോ? ഷാമിലിനെ കുറിച്ച് തൻ്റെ പ്രണയം, അവൻ പറഞ്ഞ വാക്കുകൾ, തൻ്റെ മനസ്സിനുള്ളിലെ വേദന, അതൊക്കെ പറയണോ? അവൾ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ സൈലൻ്റായി നിൽക്കുകയാണ്. എന്താ, എന്നെ ഇഷ്ടമായില്ലേ? അൻഷിഫ് ശ്രദ്ധിച്ചു നോക്കി അവളുടെ മുഖത്തേക്ക്. ബുഷിയുടെ പെണ്ണുകാലിൽ കഴിഞ്ഞു. വീട്ടിലിപ്പോഴും ആ ചായയുടെ മണവും സംസാരങ്ങളുടെ ചൂടും ചിരികളുടെ ശബ്ദവും നിറഞ്ഞിരുന്നു. പക്ഷേ ആ ശബ്ദങ്ങളൊന്നും ബുഷിയുടെ ഉള്ളിലേക്ക് എത്തിയില്ല. അവൾ ഇപ്പോഴും മൗനത്തിലായിരുന്നു. അവസാന നിമിഷത്തിൽ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അൻഷിഫ് അവളോട് ചോദിച്ചിരുന്നു, ബുഷി, എനിക്കിതെന്നെ ഇഷ്ടമായി, നിനക്കെന്നെ ഇഷ്ടമായോ? പക്ഷേ അവളൊന്നും മറുപടി പറഞ്ഞില്ല. ഒരു വാക്കുപോലും. അവളുടെ കണ്ണുകൾ മാത്രം മറുപടി പറയാൻ ശ്രമിച്ചു. അത് ആരും കേട്ടില്ല. അൻഷിഫ് ചെറിയൊരു പുഞ്ചിരിയോടെ തലകുലുക്കി. മതി, ഞാൻ മനസ്സിലാക്കി. അവൻ പറഞ്ഞു. അതെ, മൗനം സമ്മതം എന്നാണല്ലോ. പിന്നീട് അവരുടെ കുടുംബം കൊണ്ടുവന്നിരുന്ന സ്വീറ്റ്സുകളും മിഠായികളും വീട്ടിലുള്ളവർക്കെല്ലാം നൽകി. കുട്ടികൾ സന്തോഷത്തോടെ അത് കൈപ്പറ്റി. ബന്ധുക്കൾ വീണ്ടും ചിരിച്ച് സംസാരിച്ചു. നല്ല വീട്ടുകാരാണല്ലോ, ചെക്കനും മോശമല്ല, പിന്നെ ഡോക്ടറും. എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചു. ഡോക്ടർ അൻഷിഫ് പോകുമ്പോൾ ഒരിക്കൽ കൂടി ബുഷിയിലേക്ക് നോക്കി. അവൾ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. അവൻ തിരിഞ്ഞു നടന്നു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് അവർ നേരെ വീട്ടിൽ നിന്ന് പോവുകയാണ്. കാർ മുറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതോടെ ആ വീട്ടിലെ പുതിയ ചർച്ച തുടങ്ങി. പഠിച്ചോനെ, അള്ളാഹുവിന് നന്ദി, നല്ലൊരു ബന്ധം കിട്ടിയല്ലോ. ഉമ്മയുടെ കണ്ണുകളിൽ ആശ്വാസം നിറഞ്ഞു. ബന്ധുക്കളെല്ലാവരും സന്തോഷം പങ്കിട്ടു. പക്ഷേ ബുഷിയുടെ ഉള്ളിൽ മാത്രം ഒരു കൊടുങ്കാറ്റ്. അവൾ മുറിയിലേക്ക് നടന്നു. വാതിലടച്ചു. കിടക്കയിലിരുന്നു. കണ്ണുനീർ പൊഴിഞ്ഞു. എനിക്കെന്താണ് സംഭവിക്കുന്നത്? അവൾ സ്വയം ചോദിച്ചു. അവളുടെ മനസ്സിൽ വീണ്ടും ഷാമിൽ കടന്നു വന്നു. നീ വേറെ വിവാഹം കഴിച്ചോളൂ, നീ എന്നെ കാത്തു നിൽക്കണ്ട എന്ന് അവൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും മുഴങ്ങി. അവൻ തന്നെയാണ് എന്നെ വിട്ടത്. അതെ, ഞങ്ങൾ എത്രയും വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ അവനാണ് പറഞ്ഞത് എന്നെ കാക്കണ്ട എന്ന്. പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇത്രമാത്രം വിഷമിക്കുന്നത്? അവനായിട്ട് പറഞ്ഞൊഴിഞ്ഞതല്ലേ, പിന്നെന്താ? അവൾക്ക് തന്നെ മനസ്സിലായില്ല. സമയം നീങ്ങി. വീട്ടിലെ ശബ്ദങ്ങൾ കുറയാൻ തുടങ്ങി. സൂര്യൻ അസ്തമിച്ചു. മഴ വരാനിരിക്കുന്ന പോലെ ആകാശം മങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്നും ഇടിമിന്നൽ. എല്ലാവരും ഒന്ന് ഭയന്നു. ഒരു നിമിഷം അവൾ വിചാരിച്ചു, അതെ, എൻ്റെ മനസ്സിലുള്ളപ്പോൾ അങ്ങനെയാണ്. എൻ്റെ മനസ്സിലുള്ളതാണ് ഇപ്പോൾ മാനത്ത് കണ്ടത്. റബ്ബേ. അപ്പോഴാണ് ഫോൺ മുഴങ്ങിയത്. അല്ലാ, ഇടിവെട്ടുമ്പോഴേ ഫോൺ എടുക്കണോ? ഒരു നിമിഷം ഉമ്മ വിട്ടുനിന്നു. എന്നാലും ഇപ്പോൾ ആരായിരിക്കും എന്നറിയുവാൻ വേണ്ടി ഉമ്മ ഫോൺ എടുത്തു. ബുഷി പറഞ്ഞു, ഉമ്മ ഫോൺ എടുക്കണ്ട, ഇടി പൊട്ടുന്നുണ്ട്. എന്നാൽ ആദ്യത്തെ പ്രാവശ്യം ഫോൺ റിങ് ചെയ്തപ്പോൾ അവർ ഫോൺ എടുത്തില്ല. എന്നാൽ വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നു. ഉമ്മ ഫോൺ എടുത്തു. ഹലോ, ഇത് ബ്രോക്കറായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ ചെക്കൻ്റെ ആൾക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല.
അവർക്ക് പെണ്ണിനെ നല്ലോ ഇഷ്ടമായിക്കണ്. പിന്നെ നിങ്ങളെ അഭിപ്രായം പറയാനും പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ കേട്ട നിമിഷം ബുഷിയുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി. ഉമ്മയുടെ മുഖത്ത് വലിയൊരു സന്തോഷം വിരിഞ്ഞു. അല്ലാഹുവേ, എല്ലാം നല്ലതിനായാൽ മതിയായിരുന്നു അല്ലാഹുവേ, സന്തോഷത്തോടെ അവർ പറഞ്ഞു. പക്ഷേ ബുഷി, അവൾ നിശ്ചലമായി നിന്നു. ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. അവളുടെ കണ്ണുകൾ മാത്രം നിറഞ്ഞു. മോളെ, ഉമ്മ അവളുടെ അടുത്തേക്ക് വന്നു. ഇതൊരു നല്ല ബന്ധാണ് മോളെ, എന്തായാലും ഓല് വിളിച്ചിക്കണേ, ഓൾക്ക് വല്ലവും പറ്റിക്കണല്ലോ, മോൾക്കും സമ്മതല്ലേ? ആ ഒരു ചോദ്യം അത് ബുഷിയുടെ ഹൃദയത്തെ തകർത്തു. അവൾ ഉമ്മയെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു അപേക്ഷ, ഒരു വേദന, ഒരു പേടി. ഉമ്മ, അവൾ ആദ്യമായി സംസാരിച്ചു. ശബ്ദം വിറച്ചു. എനിക്ക് സമയം വേണുമ്മ. ഉമ്മയുടെ മുഖത്ത് ചെറിയൊരു മാറ്റം. എന്താടി, എന്താ മോളെ? ബുഷി മറുപടി പറഞ്ഞില്ല. അവൾ പുറത്തേക്ക് നടന്നു. വീട്ടുമുറ്റത്ത് നിന്നു ആകാശത്തേക്ക് നോക്കി. റബ്ബേ, ഞാൻ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? എന്നെ വിട്ടവനെയോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവനെയോ? ഷാമിലിൻ്റെ സാഹചര്യം കൊണ്ട് മാത്രമാണ് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഷാമിലിൻ്റെ മനസ്സെന്താണെന്ന് ബുഷിക്ക് നന്നായിട്ടറിയാം. എന്തു ചെയ്യാൻ, സാഹചര്യം അതങ്ങനെയായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ജീവിതം അതങ്ങനെയായിപ്പോയി. അവൾ ആ ഒരു രാത്രിയുടെ യാമത്തിൽ സിറ്റൗട്ടിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അതെ, പുറത്ത് ഇരുട്ട് വ്യാപിച്ചു തുടങ്ങുന്നു. അവൾ ആകാശത്തേക്ക് നോക്കി. പടച്ചോനെ, ഞാൻ എന്ത് ചെയ്യേണ്ടത്? പടച്ച റബ്ബിനോട് അവൾ ഹൃദയം പൊട്ടി ചോദിച്ചു. ഷാമിൽ അതെ, പാവമാണ്. പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട്, വീട്ടിലെ ആ ഒരു ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കൊണ്ട് ഒരു പക്ഷേ തൻ്റെ ജീവിതത്തിലെ സന്തോഷം പോലും മാറ്റിവെച്ച, തൻ്റെ പിതാവിന് വേണ്ടി തൻ്റെ ജീവിതം അർപ്പിക്കുന്ന ഒരു മഹാനായ വ്യക്തി തന്നെയാണ് ഷാമിൽ. ഷാമിലിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. അദ്ദേഹം അതെ മാതാപിതാക്കൾക്ക് വേണ്ടി അത്രയധികം ത്യാഗം സഹിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ റബ്ബേ, എനിക്ക് ഒഴിഞ്ഞു തന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, എനിക്കെങ്കിലും ജീവിതമുണ്ടാകട്ടെ, എനിക്കിപ്പോഴൊന്നും വിവാഹ ജീവിതത്തിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് ഓർത്തിട്ട് തന്നെയാണ് ബുഷി, നിനക്ക് മറ്റൊരു വിവാഹം ജീവിതം തിരഞ്ഞെടുക്കാം, ഒരിക്കൽ പോലും എന്നെ കാത്തിരിക്കണമെന്നില്ല. കാരണം എനിക്ക് എൻ്റെ പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും തീർന്നിട്ട് സമയമുണ്ടായില്ല എന്ന് പറഞ്ഞ അത് ആലോചിച്ചിട്ട് ബുഷിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അവൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹുവേ, അൻഷിഫ് ഡോക്ടറെ സ്വന്തമാക്കണോ അതോ ഷാമിലിനെ വേണോ? പടച്ചോനെ, നീ ഏതാണ് എനിക്ക് ഹൈറെന്ന് വെച്ചാൽ നീ എനിക്ക് തീരുമാനിച്ചു തരണം. എനിക്കതിന് സമ്മതം കൊടുക്കാൻ കഴിയണമല്ലോ. അത് കാത്തിരിക്കുകയാണ് എൻ്റെ സമ്മതത്തിന് വേണ്ടി. അവൾ ആകാശത്തേക്ക് നോക്കി ദുആ ചെയ്തു. പെട്ടെന്ന് ആകാശത്തിൽ ശക്തമായ ഇടിമിന്നൽ. മോളെ ബുഷി, എവിടെ നീയേ? ഇങ്ങോട്ട് അകത്തേക്ക് കയറിക്ക. അതെ, ഉമ്മ അവളെ വിളിച്ചു. അത് വളരെയധികം ശക്തമായതായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ആകാശത്തേക്ക് നോക്കി. ഉമ്മയുടെ വിളി കേട്ട് അവൾ വീടിനകത്തേക്ക് തന്നെ വരുന്നു. എന്തായിരിക്കും നമ്മുടെ ബുഷിക്ക് തീരുമാനിക്കാനാവുക? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബുഷിക്ക് ഷാമിലിനെ വേണോ അതോ അൻഷിഫ് ഡോക്ടറെ വേണോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായം എന്താണ്? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.